നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ബന്ദിയോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് സ്മൃതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ കൊലപാതകമാണെന്ന് സംശയമുന്നയിച്ച് ബന്ധുക്കൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ തികഞ്ഞ പ്രതീക്ഷയെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. കട്ടിലിൽ നിന്ന് വീണ് തുടയെല്ല് പൊട്ടിയ വയോധികയെ ആശുപത്രിയിലെത്തിക്കാൻ ഓട്ടോ ഡ്രൈവർ തോളിൽ ചുമന്നത് 100 മീറ്ററിലധികം ദൂരം. പടന്ന ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽപ്പെടുന്ന പോട്ടക്കാപ്പിലെ 80 കഴിഞ്ഞ അഞ്ചിലത്ത് സഫിയ എന്ന വയോധികയ്ക്കാണ് ഈ ദുർഗതി. കാരുണ്യ സേവന രംഗത്ത് ഹൈദരലി ശിഹാബ് തങ്ങൾ പകർത്തിയത് അനുകരണീയ മാതൃകയെന്ന് ET മുഹമ്മദ് ബഷീർ MP. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ഇസാദ് ചികിത്സാ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടും പറമ്പും ജപ്തി ഭീഷണിയിലായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമായിരുന്ന സഹോദരിമാരെ ചേർത്ത് പിടിച്ച് സഹപാഠികൾ. നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ SSLC 84-85 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സഹപാഠിയാണ് സഹോദരിമാരെ ചേർത്തുപിടിച്ചത്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്നു. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സഹകരണ മേഖലയ്ക്കും ദോഷകരമായ നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ബന്ദിയോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് സ്മൃതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോഴിക്കോട് നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് സ്ഥിരീകരണം. സംഭവത്തിൽ കൊലപാതകമാണെന്ന് സംശയമുന്നയിച്ച് ബന്ധുക്കൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് ട്രെയിനിയായ സ്മൃതിയെ ഞായറാഴ്ചയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോസ്റ്റലിന്റെ 1ാമത്തെ നിലയിലെ മുറിയിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കട്ടിലിന്റെ മുകളിലത്തെ കമ്പിയിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. സ്മൃതി തൂങ്ങി മരിച്ചതല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള സംശയമാണ് ബന്ധുക്കൾ ഉയർത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് സ്മൃതിയുടേത് സ്വാഭാവിക മരണമാണെന്ന് കണ്ടെത്തിയത്. ആശുപത്രിയിലെത്തിയ രോഗിക്ക് ആന്റിബയോട്ടിക്കിന് പകരം സ്മൃതി പനിയുടെ ഇഞ്ചക്ഷൻ നൽകിയിരുന്നതായി ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ഡോക്ടർ സ്മൃതിയോട് ചോദിച്ചിരുന്നു. ഇതിന്റെ വിഷമത്തിലായിരുന്നു സ്മൃതിയെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. 3 വർഷത്തെ നഴ്സിംഗ് പഠനം കഴിഞ്ഞാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി സ്മൃതി ബന്ദിയോട്ടെ ആശുപത്രിയിൽ എത്തിയത്. ബന്ധുക്കൾ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനാൽ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇവിടെ സർജൻ ഇല്ലാത്തതിനാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കൊല്ലം തെന്മല ഉരുക്കുളം സ്മൃതി ഭവനിൽ കോമളരാജൻ ഷാനി ദമ്പതികളുടെ മകളാണ് സ്മൃതി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചു. കൂടിക്കാഴ്ചയിൽ തികഞ്ഞ പ്രതീക്ഷയെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കർണാടക ഉപമുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് MP MK രാഘവൻ, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് എന്നിവരും കുടുംബത്തിനൊപ്പമുണ്ടായിരുന്നു. തിരച്ചിലിന് ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിക്കാനുള്ള നിർദ്ദേശം നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. ഇതിന് 1 കോടിയോളം രൂപ ചിലവ് കർണാടക സർക്കാർ വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഈ തുക അനുവദിച്ച് നടപടികൾ വേഗത്തിലാക്കണമെന്ന് ബന്ധുക്കൾ അഭ്യർത്ഥിച്ചു. നേരത്തെ കേരളത്തിന്റെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ തിരച്ചിലിന് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു. 2ാം ഘട്ട തിരച്ചിലിൽ വെള്ളത്തിനടിയിൽ നിന്ന് ലോറിയുടെ ചില ഭാഗങ്ങൾ കണ്ടെത്താനും സാധിച്ചു. അതിനാൽ തന്നെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കട്ടിലിൽ നിന്ന് വീണ് തുടയെല്ല് പൊട്ടിയ വയോധികയെ ആശുപത്രിയിലെത്തിക്കാൻ ഓട്ടോ ഡ്രൈവർ തോളിൽ ചുമന്നത് 100 മീറ്ററിലധികം ദൂരം. പടന്ന ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽപ്പെടുന്ന പോട്ടക്കാപ്പിലെ 80 കഴിഞ്ഞ അഞ്ചിലത്ത് സഫിയ എന്ന വയോധികയ്ക്കാണ് ഈ ദുർഗതി. വിവിധ രോഗങ്ങൾ മൂലം വർഷങ്ങളായി പ്രതിസന്ധിയിലായ സഫിയ ഓട്ടോറിക്ഷ എത്തുവാനുള്ള വഴിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്ത് തല ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഇതൊന്നും കണ്ടതായി നടിച്ചതുമില്ല. കട്ടിലിൽ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണ് സഫിയയ്ക്ക് തുടയെല്ലിന് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പോകാൻ ചുമലിലേറ്റി റോഡിലെത്തിക്കാൻ ഇവർക്കൊപ്പം താമസിക്കുന്ന മകൾ സലീനയ്ക്കും കൊച്ചുമക്കൾക്കും കഴിയാതെ വന്നതോടെയാണ് ഓട്ടോ ഡ്രൈവർ അഷ്റഫ് സഹായവുമായി എത്തിയത്.
ദുർഘടമായ വഴികളിലൂടെ ഏറെ പ്രയാസപ്പെട്ട് സഫിയയെ തോളിൽ ചുമന്നാണ് റോഡിലെത്തിച്ചത്. ആദ്യം തൃക്കരിപ്പൂരിലും പിന്നീട് പയ്യന്നൂരിലെ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. മകൾ സലീനയും സ്കൂൾ വിദ്യാർത്ഥികളായ 3 ചെറിയ കുട്ടികളുമാണ് സഫിയക്കൊപ്പം താമസിക്കുന്നത്. ആകെയുള്ള 5 സെന്റ് ഭൂമിയിൽ പണിത പഴയ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ പോകാനുള്ള സൗകര്യം ലഭിച്ചാൽ സഫിയയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഏറെ ആശ്വാസകരമാകും. അതിലെ വരാനാവുന്നുണ്ടോ, അതിൽ നടക്കാനാവുന്നില്ല, കണ്ടത്തിൽ വെള്ളം ചോൽമ കഴിച്ചിട്ട് എന്നാലും ആത്മഹത്യ കൊണ്ടുവന്നില്ല. ചോൽമ കഴിച്ച് ഇങ്ങനെ വരയിട്ടിട്ട് മാറിവന്ന പടന്ന പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും കഴിഞ്ഞ 4 വർഷം മുൻപ് കാസർഗോഡ് ജില്ലാ കളക്ടർക്കും ഈ വയോധിക പരാതി നൽകിയിരുന്നു. ഇതിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല. 7 വർഷം മുൻപ് ഭർത്താവ് അഹമ്മദ് കുട്ടി മരിച്ചപ്പോൾ ചുമന്ന് ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനും ഏറെ ക്ലേശിച്ചിരുന്നു. തുടയെല്ല് പൊട്ടിയതിനാൽ സഫിയയ്ക്ക് വഴിക്ക് വേണ്ടി ആരെയും പോയി കാണാൻ കഴിയുന്ന അവസ്ഥയിലുമല്ല. മഴ കനത്തതോടെ വീടിന്റെ മുറ്റം വരെ വെള്ളം കയറിയിരുന്നു. യാത്രാ സൗകര്യത്തിനായുള്ള ഇവരുടെ ആവശ്യത്തിനു മുന്നിൽ അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് കുടുംബം അഭ്യർത്ഥിക്കുന്നത്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാരുണ്യ സേവന രംഗത്ത് ഹൈദരലി ശിഹാബ് തങ്ങൾ പകർത്തിയത് അനുകരണീയ മാതൃകയെന്ന് ET മുഹമ്മദ് ബഷീർ MP. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ഇസാദ് ചികിത്സാ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരുണ്യ സേവന രംഗത്ത് ഹൈദരലി ശിഹാബ് തങ്ങൾ പകർത്തിയത് അനുകരണീയ മാതൃകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മരൂം ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ഇസാദ് ചികിത്സാ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തങ്ങളവர்கள் ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു മനുഷ്യനായിരുന്നു. തൻ്റെ പെരുമാറ്റത്തിലും ജീവിതത്തിലുമൊക്കെ തന്നെ വലിയ വിശുദ്ധി കാണിച്ച നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ആ ഒരു ജീവിത ഭീഷണവും ചൈതന്യവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയായിരിക്കും ഈ രോഗികളെ സഹായിക്കാൻ വേണ്ടി ചെയ്യാവുന്നത്. രോഗികളെ സഹായിക്കുന്ന നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും തങ്ങൾ സന്ദർശിക്കുന്ന രോഗികളോട് അദ്ദേഹത്തിന് വലിയ ഹൃദയബന്ധമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നമ്മളിവിടെ KMCC, അത് നമ്മുടെ കാസർഗോഡ് ജില്ലാ KMCC ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ചികിത്സാ പദ്ധതിയാണിത്. ശരിക്കും 50 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്കാണ് അതിൽ ആദ്യത്തെ ഗഡുവാണ് ഇവിടെ കൊടുക്കുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണം മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററുമായ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. അത് നമുക്കറിയുന്ന മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ നേതാക്കളുടെ നാമധേയത്തിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നു വരുന്നത്. അതിന് സാമ്പത്തികവും ശാരീരികവുമായ സഹായങ്ങൾ ചെയ്യുന്ന എല്ലാ സഹോദരന്മാർക്കും സർവശക്തനായ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു അനുസ്മരണ പ്രഭാഷണം നടത്തി. ദുബായ് KMCC ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, AKM അഷ്റഫ് MLA, നിസാർ തളങ്കര, MB യൂസുഫ്, AM കടവത്ത്, അബ്ദുൾ റഹ്മാൻ വൺഫോർ, AGC ബഷീർ, അബ്ദുള്ള കുഞ്ഞി ചെർക്കള, അസീസ് മരിക്കെ, മാഹിൻ കേളോട്ട്, കല്ലട്ര അബ്ദുൽ ഖാദർ, ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി TR ഹനീഫ് സ്വാഗതവും ഹസൈനർ ബീജന്തടുക്ക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വീടും പറമ്പും ജപ്തി ഭീഷണിയിലായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമായിരുന്ന സഹോദരിമാരെ ചേർത്ത് പിടിച്ച് സഹപാഠികൾ. നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ SSLC 84-85 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സഹപാഠിയാണ് സഹോദരിമാരെ ചേർത്ത് പിടിച്ചത്. ജപ്തി ഭീഷണിയിലായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമായിരുന്ന പള്ളിക്കര ചെമ്മക്കരയിലെ പള്ളിവളപ്പിൽ തങ്കമണി, ചേച്ചി സുകുമാരി എന്നിവരെയാണ് നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ SSLC 84-85 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സഹപാഠി ചേർത്ത് പിടിച്ചത്. മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന കൂരയിൽ തനിച്ചു കഴിഞ്ഞിരുന്ന സഹോദരിമാർ വെയിലും മഴയും കൊള്ളാതെ അന്തിയുറങ്ങാൻ വീട് പണിയുന്നതിനാണ് ബാങ്കിൽ നിന്നും വായ്പയെടുത്തത്. വാതരോഗിയായ തങ്കമണി ബീഡി തെറുത്താണ് മാനസിക വൈകല്യമുള്ള ചേച്ചിയെ സംരക്ഷിച്ചിരുന്നത്. ബീഡിപ്പണിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനം മിച്ചം വെച്ച് വായ്പ ഗഡു കൃത്യമായി തിരിച്ചടച്ചിരുന്നു. ഇതിനിടയിൽ കോവിഡ് പടർന്നു പിടിക്കുകയും ഇരുവർക്കും അസുഖം മൂർച്ഛിക്കുകയും ചെയ്തതോടെയാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയത്. 1,60,000 രൂപയാണ് വായ്പയെടുത്തത്. എന്നാൽ കുടിശ്ശിക വന്നതോടെ തിരിച്ചടയ്ക്കേണ്ട തുക 2,03,392 രൂപയായി. ഇതോടെ ബാങ്ക് ജപ്തി നടപടി ആരംഭിച്ചു. ഇതറിഞ്ഞതോടെയാണ് തങ്കമണിയെ ജപ്തി നടപടിയിൽ നിന്നും രക്ഷിക്കാൻ സഹപാഠികൾ രംഗത്തിറങ്ങിയത്.
ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സഹപാഠി കൂട്ടായ്മയിലെ അംഗങ്ങൾ ചെറുതും വലുതുമായ തുക സ്വരൂപിച്ച് തങ്കമണിയുടെ വായ്പാ കുടിശ്ശിക അടച്ചു തീർത്തു. വായ്പാ കുടിശ്ശിക തീർത്ത് ബാങ്കിൽ നിന്നും തിരിച്ചെടുത്ത വീടിന്റെയും പറമ്പിന്റെയും ആധാരം കഴിഞ്ഞ ദിവസം ബേക്കൽ ക്ലബ്ബിൽ നടന്ന സഹപാഠി കുടുംബസംഗമത്തിൽ വെച്ച് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS തങ്കമണിക്കും ചേച്ചി സുകുമാരിക്കും കൈമാറി. ചടങ്ങിൽ പ്രഭാഷകൻ വത്സൻ പിലിക്കോട് മുഖ്യാതിഥിയായി. സഹപാഠി കൂട്ടായ്മ പ്രസിഡന്റ് ചിത്രകലാ ചന്ദ്രൻ, സെക്രട്ടറി സേതു ബംഗളം, ട്രഷറർ സംഗീത മധു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്നു. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സഹകരണ മേഖലയ്ക്കും ദോഷകരമായ നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സഹകരണ മേഖലയ്ക്കും ദോഷകരമായ നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കണമെന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സഹകരണ ജീവനക്കാർക്ക് ലഭിക്കാനുള്ള ഇൻസെന്റീവ് കൃത്യമായി വിതരണം ചെയ്യണമെന്നും ജീവനക്കാർക്ക് ലഭിക്കേണ്ട DA വേഗത്തിൽ നൽകണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യമുന്നയിച്ചു. തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് C. സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. അതുപോലെയുള്ള ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അത് ഒരു അക്കൗണ്ടന്റ് ഒരു ട്രഷറിയിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകും. ഇപ്പോൾ ട്രഷറിയുടെ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ സാമ്പത്തിക തിരിമലയുണ്ടാകും. അതുപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവരെ ഇടപെടുന്നതിന് വേണ്ടി അവിടെ നിക്ഷേപം നടത്തിയ ആളുകളുടെ നിക്ഷേപങ്ങൾ കൃത്യമായി തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കുന്നതിന് വേണ്ടി ബാധ്യതപ്പെട്ട ഗവൺമെന്റും സംസ്ഥാന സഹകരണ ബാങ്കും അതിലൊന്നും ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 3-4 വർഷം കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അങ്ങനെ നിലക്കുന്നു എന്നുള്ളതാണ് ഇന്ന് സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെടുന്നു. KCEC ജില്ലാ പ്രസിഡന്റ് K. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, KCEC സംസ്ഥാന സെക്രട്ടറിമാരായ EV ഗണേശൻ, ബാലകൃഷ്ണൻ മലപ്പിൽ, RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ, KCEC ജില്ലാ സെക്രട്ടറി P. രാജൻ പണിക്കർ, RYJD ജില്ലാ പ്രസിഡന്റ് M. മനു, RJD പഞ്ചായത്ത് പ്രസിഡന്റ് E. ബാലകൃഷ്ണൻ, തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ, EV രാജേഷ്, T. അജിത, പനങ്കാവ് കൃഷ്ണൻ, K. പ്രീത, UK ലീല, TV രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 3 പതിറ്റാണ്ടിലേറെയായി ജനമനസ്സുകളിൽ ഇടം നേടിയ മൊണാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ രണ്ടാമത് ഷോറൂം കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. 3.5 പതിറ്റാണ്ടിലേറെയായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മൊണാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ രണ്ടാമത് ഷോറൂം കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ പത്മാവതി കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂം ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നിർവഹിച്ചു. നമ്മുടെ കാസർഗോട്ടുള്ള ആളുകളുടെ വിശ്വാസം അവർക്ക് എടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ വിജയത്തിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ധന്യമായ മുഹൂർത്തത്തിൽ നമ്മുടെ കാസർഗോഡ് നല്ലൊരു രീതിയിലുള്ള ഒരു ജ്വല്ലറി ഇവിടെ തുറന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട മൊണാർക്ക് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സഹകരണം നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാസർഗോട്ട് പഴയ കാലങ്ങളിൽ ആരൊക്കെ നമ്മുടെ കല്യാണം കഴിക്കുകയാണെങ്കിലും ആദ്യം വരുന്നൊരു പേരായിരുന്നു നമ്മുടെ മൊണാർക്ക് ജ്വല്ലറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഇതിനെപ്പറ്റി സുപരിചിതമാണ്. ഇതിനെപ്പറ്റി പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സ്പെഷ്യൽ കളക്ഷൻ അൽദഹാബ് ആന്റിക് സെക്ഷൻ ഉദ്ഘാടനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ജാബിർ ഷൈമ ദമ്പതികൾ നിർവഹിച്ചു. എന്നെക്കാളും കൂടുതൽ എന്നെ മുമ്പുള്ള തലമുറയ്ക്ക് പഠിച്ചുള്ളൂ. അത്രയ്ക്കും പാരമ്പര്യമുണ്ട് നമ്മളെ കാസർഗോഡ് ഈ ഒരു ജ്വല്ലറിക്ക്. ആ ഒരു ജ്വല്ലറി പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ നേരത്തെ ചെയർമാൻ സാർ പറഞ്ഞ പോലെ ഹൃദയഭാഗത്ത് തന്നെ ഓപ്പൺ ആക്കിയതിൽ വളരെയധികം സന്തോഷം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 15 വരെ ആകർഷകമായ ഓഫറുകളാണ് മൊണാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ 3% മുതൽ പണിക്കൂലിയിൽ ലഭ്യമാണ്. കൂടാതെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കും. 18 കാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവും മൊണാർക്ക് ഒരുക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ 38 വർഷമായി ഏകദേശം 10,000-ൽ പരം കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി, പെർമനൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് മൊണാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നുള്ള നിലയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 38 വർഷമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ ഒട്ടനവധി ഓഫറുകൾ നമ്മൾ മൊണാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കൊടുക്കുന്നുണ്ട്. വെറും 3% മുതൽ കല്യാണ പാർട്ടികൾക്ക് നമ്മൾ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ 4%, 4.5%, മാക്സിമം 5%-ലൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം സാധനങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ടെമ്പിൾ വർക്ക് കളക്ഷൻസ്, വെറും 10 ഗ്രാം മുതലുള്ള ടെമ്പിൾ വർക്കിൻ്റെ കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട്. അതിനൊക്കെ വളരെ കുറഞ്ഞ പണിക്കൂലിയിലാണ് നമ്മൾ ഈ ഒരു സെപ്റ്റംബർ 15 വരെ, തിരുവോണ ദിനം വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിവാഹ പർച്ചേസിനുള്ള ആൾക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും ഓഫറുകളും ഉണ്ട്. അങ്ങനെ തന്നെ വിവാഹ പർച്ചേസ് നടത്തുന്ന എല്ലാവർക്കും ആ ബ്രൈഡിനും അല്ലെങ്കിൽ ബ്രൈഡിനോ ഗ്രൂമിനോ നമ്മൾ പ്രീ ബ്രൈഡൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽസിൻ്റെ പ്രീ ബ്രൈഡൽ ഇതുണ്ട്, പ്രീ ബ്രൈഡൽ പാക്കേജ് ഉണ്ട് നാച്ചുറൽസിൻ്റെ. അത് നമ്മൾ ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതായത് അത് കംപ്ലീറ്റ്ലി മൊണാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും മൊണാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമുക്ക് ഈ ഓണം ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. എപ്സിലോൺ ഇലക്ട്രിക് കോൺട്രാക്ടർ സൈനുൽ ആബിദിന് ആദ്യ വിൽപ്പന നടത്തി. ജോയ് മൊണാർക്ക്, അബിൻ റോയ് എന്നിവർ സംസാരിച്ചു. മൊണാർക്ക് പാർട്ട്ണർ നിഹാൽ ജോയ് പാറയ്ക്കൽ സ്വാഗതവും മാനേജിംഗ് പാർട്ട്ണർ റോയ് മൊണാർക്ക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പബ്ലിക് സർവന്റ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റും കാസർഗോട്ടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന VR സദാനന്ദൻ മാസ്റ്റർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ ഹോസ്പിറ്റൽ സഹകരണ സംഘം പ്രസിഡന്റ് P. രഘുദേവൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പബ്ലിക് സർവന്റ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റും കാസർഗോട്ടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന VR സദാനന്ദൻ മാഷ് അനുസ്മരണം സംഘം ഹെഡ് ഓഫീസിൽ വെച്ച് നടന്നു. കാസർഗോഡ് ജില്ലാ ഹോസ്പിറ്റൽ സഹകരണ സംഘം പ്രസിഡന്റ് P. രഘുദേവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മടിയുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. എന്ത് ഏൽപ്പിച്ചാലും സാധാരണ മനുഷ്യൻ കഴിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ ആ അനുഭവത്തിലില്ല. അത് കഴിയില്ല എന്ന് പറയുന്ന ഒരു അനുഭവം എൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് എന്തേൽപ്പിച്ചാലും ആത്മാർത്ഥമായി ചെയ്യുന്നവരുണ്ട്. അതിലൊന്നാണ് ഇവിടെ കഴിയുന്നതുകൊണ്ട് KSTയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അക്കാഡമിക് കൗൺസിലിന്റെ പ്രവർത്തനത്തിലുള്ള സജീവമായവരുണ്ട്. സംഘം പ്രസിഡന്റ് K. രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ നാരായണൻ പേരിയ, PV കുഞ്ഞമ്പു, PS അജയകുമാർ, K. രവീന്ദ്രൻ, NK ലസിത, B. സുബ്രഹ്മണ്യ തന്ത്രി, DK മാധവൻ നായർ, CH ഗോപി, T. കബീർ, P. വിനയകുമാർ, KP അശോകൻ എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി രാഘവൻ വെള്ളിപ്പാടി സ്വാഗതവും ഡയറക്ടർ K. വിനോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് PDP കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സംവരണം ഔദാര്യമല്ല, കീഴാളവർഗത്തിന്റെ അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാർച്ച്. വിദ്യാനഗർ BC റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. PDP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം SM ബഷീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഒരു മുദ്രാവാക്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാലം നിലകൊള്ളേണ്ടി വന്നു. ആ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി രാജ്യത്തിൻ്റെ നിയമസഭകളിലും പാർലമെൻറ്റുകളിലുമൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നതും ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് സമൂഹം നേരത്തെ തിരിച്ചറിഞ്ഞെങ്കിലും ഇന്ന് പറയേണ്ടത് അനിവാര്യമായൊരു ഘട്ടത്തിലും പാർട്ടിക്ക് ആ പ്രഖ്യാപിത മുദ്രാവാക്യത്തിൽ നിന്ന് മാറേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പാർട്ടിയും അതുപോലെ ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദീർഘകാലം പോരാടാൻ പറ്റിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വണ്ണം പറയുവാൻ വേണ്ടി കഴിയും. PDP കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ ഷാഫി ഹാജി അടൂർ അധ്യക്ഷത വഹിച്ചു. MA കളത്തൂർ സ്വാഗതം പറഞ്ഞു. സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളായ സയ്യിദ് മുഹമ്മദ് സഖാഫ് തങ്ങൾ, മുനീർ പള്ളപ്പാടി എന്നിവർ സംസാരിച്ചു. KP മുഹമ്മദ് ഉപ്പള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാർച്ചിന് ജില്ലാ മണ്ഡലം ഭാരവാഹികൾ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി ആബിദ് മഞ്ഞമ്പാറയുടെ നേതൃത്വത്തിലുള്ള സംഘം ജില്ലാ കളക്ടർക്ക് നിവേദനം കൈമാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. MEC7 ഹെൽത്ത് ക്ലബ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ വടക്കേ മലബാറിൽ തുടക്കമിടുന്നു. ഉദ്ഘാടനം ഓഗസ്റ്റ് 31-ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
അനുദിനം വർദ്ധിച്ചുവരുന്ന ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും സാമൂഹികമായ അനാരോഗ്യ പ്രവണതകളിൽ നിന്നും മോചനം നൽകുന്ന പദ്ധതിയുമായി മെക് 7 ഹെൽത്ത് ക്ലബ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷന് വടക്കേ മലബാറിൽ തുടക്കമാകുന്നു. ഓഗസ്റ്റ് 31 രാവിലെ 6 തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ നടക്കുന്ന പരിശീലന പരിപാടിക്ക് മെക് 7 സ്ഥാപകൻ P. സലാഹുദ്ദീൻ, അംബാസിഡർ അറക്കൽ ബാവ എന്നിവർ നേതൃത്വം നൽകും. തികച്ചും സൗജന്യമായി നടത്തുന്ന പരിശീലനത്തിൽ ഇതിനകം വിവിധ പ്രദേശങ്ങളിലായി സ്ത്രീ പുരുഷ ഭേദമന്യേ 10,000 അണിനിരന്നു കഴിഞ്ഞു. രാവിലെ പ്രഭാത ഭക്ഷണത്തിനു മുൻപ് പ്രദേശത്ത് ഒരിടത്ത് സമ്മേളിക്കുകയും 25 മിനിറ്റ് ദൈർഘ്യമുള്ള വ്യായാമത്തിൽ പങ്കെടുത്ത് സൗഹൃദം പങ്കുവെച്ച് മടങ്ങുകയും ചെയ്യുന്ന ആരോഗ്യ സംരക്ഷണ പരിപാടിയാണിതെന്നും സംഘാടകർ അറിയിച്ചു. TM റാഷിദ്, PS അസ്ലം, VPP മുസ്തഫ, NC അബ്ദുള്ള, VKP മുഹമ്മദ് കുഞ്ഞി, KPP മുഹമ്മദ് കുഞ്ഞി, NC അബ്ദുള്ള, N ആഷിഫ്, CH യൂനുസ്, ഷൗക്കത്ത് അലി, KP മുഹമ്മദ് ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബോവിക്കാനം AUP സ്കൂൾ പരിസരത്ത് സ്ഥാപിച്ച CCTVയുടെ സ്വിച്ച് ഓൺ കർമ്മം കാസർഗോഡ് ASP ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു. സ്കൂൾ പരിസരത്ത് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടിവരുന്ന സാഹചര്യത്തിലാണ് CCTV സ്ഥാപിച്ചത്. ബോവിക്കാനം AUP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുകയാണ്. പൂട്ടും വാതിലും തകർക്കുകയും മലമൂത്ര വിസർജനം നടത്തി ക്ലാസ് അലങ്കോലപ്പെടുത്തുകയും പ്രീ പ്രൈമറി ക്ലാസ്സിലേക്ക് തീയിട്ട് കുട്ടികളുടെ പുസ്തകം നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് CCTV സ്ഥാപിച്ചത്. CCTVയുടെ സ്വിച്ച് ഓൺ കർമ്മം കാസർഗോഡ് ASP P. ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു. നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറായിരിക്കാം. നമ്മൾ സ്വന്തം പഠിച്ച സ്കൂളിനോട് നമുക്ക് ദേഷ്യം തോന്നുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾ തന്നെ ആയിരിക്കും നേരത്തെ പറഞ്ഞിവിടെ ഈ സ്കൂളിൽ പുസ്തകം വരെ കത്തിച്ചു. കാരണം ഇവിടെ താമസിക്കുന്ന ആൾക്കാർ 70 വർഷമായ ഒരു സ്കൂളായതുകൊണ്ട് ആ പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുക തീർച്ചയായും ഈ സ്കൂളിലത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളൊക്കെ നമ്മുടെ ആ സ്കൂളിനോടും ആ സ്കൂളിൻ്റെ അധ്യാപകരോടും കാണിക്കുന്ന ആ ഒരു ബഹുമാനവും സ്നേഹവും നമ്മുടെ നാട്ടിൽ ബഹുമാന സ്നേഹം കാണിക്കേണ്ട സ്കൂളിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എന്തോ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂൾ മാനേജർ CR ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ആദൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനുമോൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശേഖരൻ നമ്പ്യാർ MC, ആദൂർ SI സനൂപ്, പ്രിൻസിപ്പൽ മെജോ ജോസഫ്, ഹൈസ്കൂൾ വിഭാഗം ഹെഡ് മാസ്റ്റർ K. നാരായണൻ, പ്രൈമറി വിഭാഗം ഹെഡ് മാസ്റ്റർ ഇൻചാർജ് സുലോചന കുമാരി P. എന്നിവർ പങ്കെടുത്തു. ശേഖരൻ നമ്പ്യാർ MC സ്വാഗതവും ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സംവാദം പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സംവാദം പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഭൗതിക സംഘടനകളുടെ പങ്കെന്ന വിഷയത്തിൽ സീനിയർ പ്രചാരക് പ്രജ്ഞ പ്രവാഹ് പ്രൊഫസർ ഡോക്ടർ സദാനന്ദ ദാമോദർ സംവാദത്തിന് നേതൃത്വം നൽകി. Many such confusions will be created, but there should be clarity. We should know our history properly. So, was it first war of independence? Many of us, I have listened to many of people like you who are nationalistic thinking, but they also call it first war of independence. What does it mean? That before 1857 there was nothing much done for the independence. ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പാലമംഗലം അധ്യക്ഷത വഹിച്ചു. ദക്ഷിണ ഭാരത ക്ഷേത്ര സംയോജക് വിശ്വനാഥൻ, ജില്ലാ സംഘചാലക് ദാമോദരൻ ആർക്കിടെക്ട് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ K. ശിവപ്രസാദ് സ്വാഗതവും ജില്ലാ സംഘടനാ സെക്രട്ടറി ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജലസഭ സംഘടിപ്പിച്ചു. ജല ബജറ്റ് പ്രകാശനവും നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ പ്രദേശത്ത് വിവിധ സ്രോതസ്സുകളിലൂടെ ലഭ്യമാകുന്ന ജലത്തിന്റെ അളവും ജലത്തിന്റെ ഉപയോഗവും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് തയ്യാറാക്കിയ ജല ബജറ്റ് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത കുറുന്തൂർ സർഗചേതന ക്ലബിൽ വെച്ച് പ്രകാശനം ചെയ്തു. കൗൺസിലർ M. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ലത അധ്യക്ഷത വഹിച്ചു. ജല ബജറ്റിൽ നിന്ന് ജലസുരക്ഷയിലേക്ക് എന്ന വിഷയം ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ K. ബാലകൃഷ്ണൻ അവതരിപ്പിച്ചു. ജലസാക്ഷരത വ്യാപിപ്പിക്കേണ്ടത് ആവശ്യകതയും വിവിധ രീതിയിലുള്ള
രീതിയിലുള്ള ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വർദ്ധിച്ചുവരുന്ന ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ ജനകീയമായി പ്രവർത്തനങ്ങൾ ജലബജറ്റിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി, ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ കെ ബാലചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി എൻ മനോജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ കുറുന്തൂരിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ഇ ചന്ദ്രശേഖരൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 4 ലൈറ്റുകളാണ് കുറുന്തൂരിൽ സ്ഥാപിച്ചത്. ഇ ചന്ദ്രശേഖരൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 4 ലൈറ്റുകളാണ് 2023-24 വർഷത്തിൽ അനുവദിച്ചത്. കുറുന്തൂർ സർഗചേതന ക്ലബ്ബ് പരിസരത്ത് നടത്തിയ ചടങ്ങിൽ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ അനീഷൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി, കൌൺസിലർമാരായ ഫൗസിയ ഷെരീഫ്, AK ലക്ഷ്മി, 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, മുഹമ്മദ് കുഞ്ഞി, CH സുബൈദ, C രവീന്ദ്രൻ, മുനിസിപ്പൽ സെക്രട്ടറി N മനോജ് കുമാർ, ആസൂത്രണ സമിതി അംഗങ്ങളായ CK ബാബുരാജ്, V സുകുമാരൻ, NV ബാലൻ, മുൻ നഗരസഭാ കൌൺസിലറായ T കൃഷ്ണൻ, അനിൽ കുറുന്തൂർ എന്നിവർ സംസാരിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K ലത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് അജാനൂർ യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. മാവുങ്കാൽ വനിതാ സഹകരണ സംഘം ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പുരുഷോത്തമൻ നായർ M ഉദ്ഘാടനം ചെയ്തു. സഹകരണ നിയമ ഭേദഗതി മൂലം സഹകരണ സംഘങ്ങളെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും പിൻവലിക്കണമെന്നും കളക്ഷൻ ഏജന്റുമാരുടെ പെൻഷൻ കണക്കാക്കുമ്പോൾ അവരുടെ കമ്മീഷന്റെ ഇൻസെന്റീവ് ഭാഗം കൂടി പരിഗണിക്കണമെന്നും KCEFന്റെ അജാനൂർ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. മാവുങ്കാൽ വനിതാ സഹകരണം സംഘം ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പുരുഷോത്തമൻ നായർ M ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ അനുമോദിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സുനേഷ് പുതിയകണ്ഠം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CE ജയൻ, ജില്ലാ ട്രഷറർ സുജിത് പുതുക്കൈ, താലൂക്ക് പ്രസിഡന്റ് രതീഷ് OV, മുൻ താലൂക്ക് പ്രസിഡന്റ് ശശാങ്കൻ, ജില്ലാ കമ്മിറ്റി അംഗം ഉമേശൻ കാട്ടുകുളങ്ങര, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി നിഷാന്ത് VV, വനിതാ ഫോറം ചെയർപേഴ്സൺ ഉമാവതി PK, മാവുങ്കാൽ വനിതാ സഹകരണ സംഘം സെക്രട്ടറി M കരുണാകരൻ നായർ, രാജീവൻ പടിഞ്ഞാറേക്കര തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി വിനു മുലക്കണ്ടം സ്വാഗതവും യൂണിറ്റ് ട്രഷറർ രാജീവൻ വെള്ളിക്കോട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ബന്ദിയോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് സ്മൃതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ കൊലപാതകമാണെന്ന് സംശയമുന്നയിച്ച് ബന്ധുക്കൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ തികഞ്ഞ പ്രതീക്ഷയെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. കട്ടിലിൽ നിന്ന് വീണ് തുടയെല്ല് പൊട്ടിയ വയോധികയെ ആശുപത്രിയിലെത്തിക്കാൻ ഓട്ടോ ഡ്രൈവർ തോളിൽ ചുമന്നത് 100 മീറ്ററിലധികം ദൂരം. പടന്ന ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽപ്പെടുന്ന പോട്ടക്കാപ്പിലെ 80 കഴിഞ്ഞ അഞ്ചിലത്ത് സഫിയ എന്ന വയോധികയ്ക്കാണ് ഈ ദുർഗതി. കാരുണ്യ സേവന രംഗത്ത് ഹൈദരലി ശിഹാബ് തങ്ങൾ പകർത്തിയത് അനുകരണീയ മാതൃകയെന്ന് ET മുഹമ്മദ് ബഷീർ MP. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ഇസാദ് ചികിത്സാ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടും പറമ്പും ജപ്തി ഭീഷണിയിലായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമായിരുന്ന സഹോദരിമാരെ ചേർത്ത് പിടിച്ച് സഹപാഠികൾ. നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ SSLC 84-85 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സഹപാഠിയാണ് സഹോദരിമാരെ ചേർത്തുപിടിച്ചത്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്നു. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സഹകരണ മേഖലയ്ക്കും ദോഷകരമായ നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.